ഹരേ രാമ ഹരേ കൃഷ്ണ. ഈ വരുന്ന ജൂൺ മാസത്തിൽ ഈ നക്ഷത്രക്കാരെ തേടിയെത്തുന്നത് അത്യപൂർവ നേട്ടങ്ങളാണ്. നിങ്ങൾക്ക് ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാ കടങ്ങളും മാറി പുതിയ വീടും വാഹനവും സ്വന്തമാക്കുവാൻ സാധിക്കും. ഈ നാളുകാരെ തേടിയെത്തുന്നത് സുവർണ കാലവും രാജയോഗവും കൂടിയാണ്. പാശ്ചാത്യ കലണ്ടർ പ്രകാരം ജൂൺ 6-ാമത്തെ മാസമാണ്. കൊല്ലവർഷപ്രകാരം 1199 10ഉം 11ഉം മാസങ്ങളായ ഇടവം, മിഥുനം എന്നിവ ജൂൺ മാസത്തിൻ്റെ ഭാഗികമായി വരികയും ചെയ്യും. ജൂൺ 1 മുതൽ 14 വരെ ഇടവം, ഇടവം 18 മുതൽ 31 വരെയാണ്. ജൂൺ 15 മുതൽ 30 വരെ മിഥുനം, അതായത് മിഥുനം 1 മുതൽ 16 വരെ എന്നിങ്ങനെ ഇരു മലയാള മാസങ്ങൾ കലരുന്നതാണ് ജൂൺ മാസം. ആദ്യത്തിൽ ഇടവം, മിഥുനം രാശികളിലും രോഹിണി, മകയിരം, തിരുവാതിര എന്നീ ഞാറ്റുവേലകളിലും സഞ്ചരിക്കുന്ന കാലമാണ്. മഴക്കാലത്തിൻ്റെ പ്രതീകങ്ങളായ 3 ഞാറ്റുവേലകൾ രോഹിണി, തിരുവാതിര എന്നിവ ഭാഗികമായും മകയിരം ഞാറ്റുവേല പൂർണ്ണമായും ജൂൺ മാസത്തിലൂടെ കടന്നുപോകും. ജൂൺ 1-ന് ചന്ദ്രൻ ഉത്രട്ടാതി നക്ഷത്രത്തിലാണ്. ജൂൺ 30-ന് രാശിചക്ര ഭ്രമണം ഒരു വട്ടം പൂർത്തിയാക്കി ചന്ദ്രൻ മകയിരം നക്ഷത്രത്തിലെത്തുന്നു. ജൂൺ 6-ന് അമാവാസിയും, അതായത് കറുത്ത വാവ്. ജൂൺ 21, 22 തീയതികളിലായി പൗർണമിയും, അതായത് വെളുത്ത വാവും വന്നു ചേരും. ജൂൺ 1-ന് ചൊവ്വ മീനത്തിൽ നിന്നും മേടത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്യും. ജൂൺ 18 വരെ അശ്വതി നക്ഷത്രത്തിലും തുടർന്ന് ഭരണി നക്ഷത്രത്തിലുമാണ് ചൊവ്വയുടെ സഞ്ചാരം. ബുധൻ ഇടവരാശിയിലും ജൂൺ 14-ന് മിഥുനത്തിലേക്ക് സംക്രമിക്കുകയും ചെയ്യും. ജൂൺ ആദ്യവാരം മുതൽ ബുധന് ക്രമൂട്യാവസ്ഥ വന്നു ചേരും. ശുക്രൻ ഇടവം രാശിയിലേക്കാണ്. ജൂൺ 12 മിഥുനത്തിലേക്ക് സംക്രമിക്കുകയും ചെയ്യും. ജൂൺ മാസം മുഴുവൻ ശുക്രൻ മൗഢ്യാവസ്ഥയിൽ തന്നെയാണ്. വ്യാഴം ഇടവരാശിയിൽ കാർത്തിക നക്ഷത്രത്തിലാണ് സഞ്ചരിക്കുന്നത്. വ്യാഴമൗഢ്യം ജൂൺ 4-ന് അവസാനിക്കും. ശനി കുംഭരാശിയിൽ പോരുരുട്ടാതി നക്ഷത്രത്തിൽ തുടരുകയും ചെയ്യുന്നതാണ്. രാഹുവും കേതുവും യഥാക്രമം മീനം രാശിയിലും കേതു കന്നി രാശിയിലും അപ്രദക്ഷിണഗതിയിൽ സഞ്ചരിക്കുകയാണ്. ഈ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിൽ 27 നാളുകാരുടെ ജൂൺ മാസത്തിലെ സമ്പൂർണ്ണ നക്ഷത്രഫലമാണ്. ആദ്യം അശ്വതി നക്ഷത്രക്കാരാണ്. അശ്വതി നക്ഷത്രക്കാർക്ക് കാര്യനിർവഹണശേഷി അഭിനന്ദിക്കപ്പെടും. വ്യാഴ ശുക്രന്മാർ 2-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ കാവ്യാത്മകമായും ഔചിത്യത്തോടെയും സംസാരിക്കുന്നതാണ്. പുതിയ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് ചിന്തിക്കുവാനും പ്രായോഗികമായ സമീപനം കൈക്കൊള്ളുവാനും കഴിവുണ്ടാകുന്നതാണ്. ജൂൺ മാസത്തിൻ്റെ ആദ്യം തന്നെ ചൊവ്വ അശ്വതി നക്ഷത്രത്തിൽ പ്രവേശിക്കുന്നത് ആത്മശക്തി വർദ്ധിക്കുന്നതിന് സഹായകരമാകും. അതേസമയം തന്നെ സാഹസങ്ങളോട് നിങ്ങൾക്ക് താല്പര്യം കൂടുകയും ചെയ്യും. വൈകാരിക സമീപനങ്ങൾ കൈക്കൊള്ളുന്നതിൽ വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതുണ്ട്. നിക്ഷേപങ്ങളിൽ നിന്നും കൂടുതൽ ആദായം നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ്. അധികാരമുള്ള സ്ഥാനലബ്ധിയും വന്നു ചേരും. ആത്മീയമായ കാര്യങ്ങളെക്കുറിച്ചും ഭൗതിക കാര്യങ്ങളും കോർത്തിണക്കിയ ജീവിതത്തോട് വളരെയധികം ആഭിമുഖ്യം പുലർത്തുകയും ചെയ്യുന്നതാണ്. അടുത്തത് ഭരണി നക്ഷത്രക്കാരാണ്. തൊഴിൽ തേടുന്ന ആളുകൾക്ക് അവസരങ്ങൾ തുറന്നു കിട്ടും. പ്രയത്നങ്ങൾക്ക് മതിപ്പുണ്ടാകുന്ന ഒരു സമയമാണ്. സ്വയം നവീകരിക്കുവാനും പുതിയ സാങ്കേതിക ജ്ഞാനം കൈക്കൊള്ളുവാനും മുന്നോട്ട് വന്നേക്കാം. വിദ്യാർത്ഥികൾക്ക് ഇഷ്ടപ്പെട്ടതും നൂതനവുമായ വിഷയങ്ങളിൽ ഉപരിപഠനത്തിന് അവസരം വന്നു ചേരുന്നതാണ്. അന്യദേശവാസത്തിനുള്ള സാഹചര്യവും നിങ്ങൾക്ക് ലഭിക്കും. പാരമ്പര്യമായിട്ടുള്ള തൊഴിലുകളിൽ നിന്നും ഭേദപ്പെട്ട ആദായം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. പ്രസംഗം, സംഗീതം, ചലച്ചിത്രം, സുകുമാര കലകൾ എന്നിവയുമായി ബന്ധമുള്ള ആളുകൾക്ക് അവസരങ്ങൾ തേടിയെത്തുന്നതാണ്. കുടുംബാംഗങ്ങൾക്കിടയിൽ സ്വാധീനശക്തി ഉയർന്നേക്കും. സുഹൃത്തുക്കളുടെ ഉന്നമനത്തിനായി ചില നിർദ്ദേശങ്ങൾ നൽകുവാനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. വിവാഹത്തിന് ശ്രമിക്കുന്ന ആളുകൾക്ക് ജൂൺ മാസത്തിൽ തന്നെ നിങ്ങൾക്ക് അനുകൂലമായ ഫലം വന്നു ചേരുന്നതാണ്. അടുത്തത് കാർത്തിക നക്ഷത്രക്കാരാണ്. മുൻ തീരുമാനങ്ങൾ പ്രാവർത്തികമാക്കുവാൻ നിങ്ങൾക്ക് വളരെയധികം വെല്ലുവിളികൾ നിറഞ്ഞതായിരിക്കും. ഉദ്യോഗസ്ഥർക്ക് കനത്ത ദൗത്യങ്ങൾ ഏറ്റെടുക്കേണ്ട അവസ്ഥ വന്നു ചേരും.
തൊഴിൽപരമായി ധാരാളം അലച്ചിലുകൾ നിങ്ങൾക്ക് നേരിടേണ്ട ഒരു സമയമാണ്. യാത്രാധിക്യം എന്നിവ വന്നു ചേരും. ജോലിയില്ലാതെ അലയുന്ന ആളുകൾക്ക് മാസത്തിന്റെ രണ്ടാം പകുതിയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ജോലി ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ അനുരഞ്ജനത്തിന് താല്പര്യമില്ലാത്തതിനാൽ നിങ്ങൾക്ക് വന്നു ചേരുന്ന ചില അവസരങ്ങൾ നഷ്ടപ്പെടുവാനും ഇടവരുന്നതാണ്. സാമ്പത്തിക കാര്യങ്ങളിൽ സാമാന്യം സംതൃപ്തി വന്നു ചേരും. പണയം, ചിട്ടി, ഇൻഷുറൻസ് എന്നിവയിൽ നിന്നും ധനാഗമ മാർഗം നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ്. പ്രണയിനികൾക്ക് സന്തോഷം ഉണ്ടാകുന്ന ഒരു കാലം കൂടിയാണ് ഇത്. ദാമ്പത്യ ജീവിതത്തിൽ ചില പിണക്കങ്ങളും വന്നു ചേരും. വിരുന്നുകളും കുടുംബ സംഗമങ്ങളും നിങ്ങൾക്ക് പങ്കുചേരുവാൻ സാധിക്കുന്നതാണ്. നിങ്ങളുടെ ജീവിതശൈലി ചില രോഗങ്ങൾ പിടിമുറുക്കുവാനും ഇടവരും. അടുത്തത് രോഹിണി നക്ഷത്രക്കാരാണ്. രോഹിണി നക്ഷത്രക്കാർക്ക് സമയബന്ധിതമായി പൂർത്തിയാക്കേണ്ട ദൗത്യങ്ങൾ വളരെയധികം കൂടുന്ന ഒരു സമയമാണ്. ഔദ്യോഗികമായി സമ്മിശ്രമായ കാലമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. കണ്ടകശനിയും ജന്മത്തിൽ വ്യാഴവും ആദിത്യൻ എന്നിവയുടെ സഞ്ചാരവും വന്നു ചേരുന്നതിനാൽ ജാഗ്രത അല്പം പാലിക്കേണ്ട ഒരു സമയം കൂടിയാണ്. നിങ്ങൾക്ക് ഇതുവരെ ഉണ്ടായിരുന്ന ജോലി ഉപേക്ഷിക്കുന്നത് ഒന്നുകൂടി ആലോചിച്ചിട്ട് വേണം ശക്തമായ തീരുമാനം എടുക്കുവാൻ. നിങ്ങളുടെ ബിസിനസ്സിൽ വളരെയധികം നഷ്ടം വന്നു ചേരുവാനും ഇടവരും. ഈ സമയങ്ങളിൽ കടം വാങ്ങി വ്യാപാരം വിപുലീകരിക്കുന്നത് വളരെയധികം ദോഷങ്ങളായിരിക്കും നിങ്ങൾക്ക് സമ്മാനിക്കുന്നത്. കരാർ പണികൾ, കമ്മീഷൻ പ്രവർത്തനങ്ങൾ എന്നിവ നിങ്ങൾക്ക് ഈ സമയത്ത് ആദായകരമാകും. കലാകാരന്മാർക്ക് പുതിയ അവസരങ്ങൾ തുറന്നു കിട്ടുന്നതാണ്. ബാധ്യതകൾ പരിഹരിക്കുന്നതിന് കുടുംബാംഗങ്ങളുടെ സഹകരണവും നിങ്ങൾക്ക് ലഭിക്കും. വിദ്യാർത്ഥികൾക്ക് അന്യനാട്ടിൽ ഉപരിപഠനത്തിനുള്ള അവസരം വന്നു ചേരുന്നതാണ്. ഭൂമി വ്യാപാരത്തിൽ നിങ്ങളെ കബളിപ്പിക്കുവാനും ഇടവരും. ആരോഗ്യ പ്രശ്നമുള്ള ആളുകൾ ഈ സമയങ്ങളിൽ പരിശോധനകളിൽ അലംഭാവം കാണിക്കരുത്. കൃത്യമായ ചികിത്സയും നിങ്ങൾക്ക് വേണ്ടിവരുന്നതാണ്. അടുത്തത് മകയിരം നക്ഷത്രക്കാരാണ്. ആദിത്യൻ മകയിരം നക്ഷത്രക്കാർക്ക് അനുകൂല ഭാവത്തിലല്ല. അതിനാൽ തന്നെ ഉദ്യോഗസ്ഥർക്ക് വളരെയധികം സമ്മർദ്ദങ്ങളെ അഭിമുഖീകരിക്കേണ്ട കാലമാണ്. ജോലി സമയം നിങ്ങൾക്ക് വളരെയധികം കൂടും. ചെറിയ സംരംഭങ്ങളിൽ നിന്നും ആദായം വന്നു ചേരുന്നതാണ്. കമ്മീഷൻ ഏർപ്പാടുകൾ വിജയിക്കുന്ന ഒരു കാലം കൂടിയാണ് വന്നെത്തിയിരിക്കുന്നത്. പിതാവുമായി ആശയഭിന്നതകൾ ഉടലെടുക്കുവാനിടയുണ്ട്. രാഷ്ട്രീയ പ്രവർത്തകർ ആരോപണങ്ങളെ നേരിടേണ്ടി വരുന്ന ഒരു സമയം കൂടിയാണ് വന്നെത്തിയിരിക്കുന്നത്. വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിന് അന്യനാടിനെ ആശ്രയിക്കേണ്ട ഒരു സ്ഥിതി വന്നു ചേരും. അപ്രസക്തമായ കാര്യങ്ങൾക്കായി നിങ്ങളുടെ വേണ്ടപ്പെട്ട സമയവും ഊർജവും ചെലവഴിക്കുന്നത് വളരെയധികം ഗുണഫലങ്ങളായിരിക്കും സമ്മാനിക്കുക. മംഗളകർമ്മങ്ങൾ, അതുപോലെ തന്നെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ എന്നിവയ്ക്കായി നിങ്ങൾക്ക് സാമ്പത്തിക ചിലവുകൾ വന്നു ചേരും. ഇലക്ട്രോണിക്സ്, അതുപോലെ തന്നെ ഗാർഹിക ഉപകരണങ്ങൾ നിങ്ങളുടെ വീട്ടിൽ വാങ്ങുവാനുള്ള ഭാഗ്യം വന്നു ചേരും. വളരെയധികം ആരോഗ്യ പ്രശ്നങ്ങളിൽ അലട്ടുന്ന മകയിരം നക്ഷത്രക്കാരുണ്ടെങ്കിൽ, അതായത് ഹൃദയരോഗം, ശിരോരോഗികൾ ഇങ്ങനെയുള്ള ആളുകൾ ഈ മാസം, അതായത് ജൂൺ മാസം വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാലമാണ്. അടുത്തത് തിരുവാതിര നക്ഷത്രക്കാരാണ്. 12ാം ഭാവത്തിലെ ഗ്രഹബാഹുല്യം സൂചിപ്പിക്കുന്നത് ശക്തമായ ആത്മസംഘർഷങ്ങളെ നിങ്ങൾക്ക് നേരിടേണ്ടി വരുന്ന സമയമാണ്. ബിസിനസ് യാത്രകളും വ്യക്തിപരമായ യാത്രകളും അനിവാര്യമാകും. വരവ് ചിലവുകൾ തമ്മിൽ പൊരുത്തം കുറഞ്ഞേക്കാം. ഉദ്യോഗാർത്ഥർക്ക് വളരെയധികം ചുമതല ഭാരം കൂടുന്ന ഒരു സമയമാണ്. നിങ്ങളുടെ സഹോദരൻ്റെ കയ്യിൽ നിന്നും വളരെയധികം ആനുകൂല്യങ്ങൾ പ്രതീക്ഷിക്കാം. വസ്തു വിൽപ്പനയിലെ തടസ്സങ്ങളെല്ലാം മാറിക്കിട്ടും. പഴയ വസ്തുക്കൾ വീണ്ടെടുക്കുവാനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് ബന്ധുക്കളുടെ സഹകരണവും സമീപനവും കിട്ടുന്നതാണ്. ഓൺലൈൻ ബിസിനസ്സിൽ വളരെയധികം പുരോഗതി വന്നെത്ത ഒരു കാലമാണ്. ഊഹ കച്ചവടത്തിൽ നിങ്ങൾ കരുതിയതിൽ കൂടുതൽ നേട്ടം ഉണ്ടാകും. വീടോ കെട്ടിടമോ പണിയുവാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് നിങ്ങൾക്ക് അനുകൂലമായ സമയമാണ് വന്നെത്തിയിരിക്കുന്നത്. അവയ്ക്കെല്ലാം തുടക്കം കുറിക്കാവുന്നതാണ്. അടുത്തത് പുണർദം നക്ഷത്രക്കാരാണ്. നക്ഷത്രനാഥനായ വ്യാഴത്തിന് മാസാരംഭത്തിൽ മൗഢ്യം തീരുന്നത് ദിശാബോധത്തോടെ പ്രവർത്തിക്കുവാൻ നിങ്ങൾക്ക് അവസരമൊരുക്കുന്നതാണ്. സാമൂഹികമായി അംഗീകാരം ലഭിക്കുന്ന ഒരു കാലം കൂടിയാണ്.
സാങ്കേതിക പഠനത്തിന് തുടർച്ച കൈവരിക്കുവാനും കലാകാരന്മാർക്ക് വളരെയധികം പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുവാനും സാധിക്കുന്ന ഒരു സമയമാണ്. ഉദ്യോഗസ്ഥർക്ക് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന സ്ഥലത്തേക്കുള്ള സ്ഥലം മാറ്റത്തിന് കാലതാമസം നേരിടേണ്ടി വരും. സ്വകാര്യ കമ്പനികളിൽ ജോലി തേടുന്ന ആളുകൾക്ക് നല്ല അവസരം വന്നു ചേരുന്നതാണ്. അതുപോലെ തന്നെ പ്രണയിക്കുന്ന ആളുകൾക്ക് യാത്ര ചെയ്യുവാനുള്ള സാഹചര്യം വന്നു ചേരുന്നതാണ്. പുതിയ വാഹനം വാങ്ങുവാനുള്ള നിങ്ങളുടെ തീരുമാനം സാധിക്കുന്നതാണ്. ന്യായമായ രീതിയിൽ ധനാഗമ മാർഗമുണ്ടാകും. എന്നാൽ ചിലവിൽ അല്പം നിയന്ത്രണം പാലിക്കേണ്ടത് വളരെ അത്യാവശ്യമായ ഒരു സമയമാണ്. സാമൂഹിക മാധ്യമങ്ങളിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് വളരെയധികം സമയം ചെലവഴിക്കുന്നതിനുള്ള അവസരങ്ങളും വന്നു ചേരുന്നതാണ്. അടുത്തത് പൂയം നക്ഷത്രക്കാരാണ്. പൂയം നക്ഷത്രക്കാർക്ക് തടസ്സങ്ങളെ പ്രതിരോധിച്ച് വളരെയധികം വിജയത്തിൽ എത്തുവാൻ സാധിക്കുന്നതാണ്. നിങ്ങളുടെ കഴിവുകൾ തിരിച്ചറിയുകയും അവ പ്രയോജനപ്പെടുത്തുവാനുള്ള അവസരവും ലഭിക്കും. ജോലിയില്ലാത്ത ആളുകൾക്ക് ജോലി ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ്. മത്സര പരീക്ഷകളിൽ ഉന്നത വിജയം നേടുവാനും നിങ്ങൾക്ക് സാധിക്കും. സർക്കാർ ജോലിക്കാർക്ക് പ്രമോഷൻ നേടുവാനുള്ള സാഹചര്യവും വന്നുചേരും. പൊതുപ്രവർത്തകരുടെ ജനകീയ അടിത്തറ ഉയരുന്നതായിരിക്കും. ചർച്ചാ സിംപോസിയം പ്രസംഗം ഇവയിൽ നിങ്ങൾക്ക് ശോഭിക്കാൻ പറ്റിയ ഒരു സമയമാണ്. നിക്ഷേപങ്ങളിൽ നിന്നും നല്ല ആദായം വന്നുചേരും. ധന നേട്ടത്തിനും സാധ്യതയുണ്ട്. പ്രണയിക്കുന്ന ആളുകൾക്ക് നിങ്ങളുടെ പ്രണയം സാഫല്യം പൂർത്തീകരിക്കുവാൻ സാധിക്കുന്നതാണ്. വിദേശത്ത് നിന്നും പാരിതോഷികം വന്നുചേരും. ജൂൺ മാസത്തിന്റെ രണ്ടാം പകുതി മുതൽ ഫലങ്ങളിൽ ചെറിയ വ്യത്യാസം വന്നു ചേരുന്നതാണ്. വരവും ചിലവും യഥാവിധം രണ്ടു വിധവും തുല്യമാകുവാൻ ഇടവരുന്നതാണ്. ആകസ്മികമായ യാത്രകളും വളരെയധികം അലച്ചിലും വന്നു ചേരുന്നതാണ്. ആരോഗ്യപരമായി കൂടുതൽ കരുതൽ വേണ്ടിവരുന്ന ഒരു സമയമാണ് ജൂൺ മാസം. അടുത്തത് ആയില്യം നക്ഷത്രക്കാരാണ്. ആയില്യം നക്ഷത്രക്കാർക്ക് നിങ്ങൾ മുൻപ് പലവട്ടം ശ്രമിച്ചിട്ടും ലക്ഷ്യം നേടാത്ത കാര്യങ്ങളൊക്കെ ജൂൺ മാസത്തിൽ നേടിയെടുക്കുവാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ രാഷ്ട്രീയക്കാർക്ക് മിന്നുന്ന വിജയം കൈവരിക്കുവാൻ സാധിക്കും. ഉദ്യോഗസ്ഥർക്ക് സ്വതന്ത്രമായ പദവികൾ ലഭിക്കുന്നതാണ്. നിങ്ങൾ ആലോചിച്ചു വച്ചിരിക്കുന്ന ദിക്കിലേക്ക് സ്ഥലം മാറുവാനും സുഖ സൗകര്യങ്ങളോടെ അവിടെ ജോലി ചെയ്യുവാനും സാധ്യതയുണ്ട്. ബിസിനസ്സിൽ വളരെയധികം സംതൃപ്തി ഉണ്ടാകുകയും ചെയ്യും. കുടുംബ ജീവിതത്തിൽ വളരെയധികം സന്തോഷവും സമാധാനവും അലയടിക്കുന്ന ഒരു കാലമാണ്. നിങ്ങളുടെ പിണങ്ങി പിരിഞ്ഞിരിക്കുന്ന ബന്ധുക്കളെല്ലാം തിരിച്ച് നിങ്ങളുടെ അടുത്തു വരുന്ന ഒരു സമയം കൂടിയാണ്. നിങ്ങളുടെ മകളുടെ വിവാഹ കാര്യത്തിൽ നല്ല ഒരു തീരുമാനം ഉണ്ടാകുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ സമയമാണ് വന്നെത്തുന്നത്. സാഹിത്യകാരന്മാർക്ക് അവരുടെ ആസ്വാദകരെ കയ്യിലെടുക്കുവാൻ സാധിക്കും. ജൂൺ മാസത്തിന്റെ രണ്ടാം പകുതിക്ക് ശേഷം ചില കഷ്ടനഷ്ടങ്ങൾ വന്നു ചേരാം. നിങ്ങളുടെ കടബാധ്യതകൾ ഭാഗികമായെങ്കിലും പരിഹരിക്കാൻ സാധിക്കുന്ന ഒരു സമയമാണ്. ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ള ഈ നാളുകാർ നിങ്ങളുടെ ആരോഗ്യത്തിന്റെ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധ പുലർത്തേണ്ട ഒരു സമയമാണ് ജൂൺ മാസം. അടുത്തത് മകം നക്ഷത്രക്കാരാണ്. മകം നക്ഷത്രക്കാർക്ക് അനുകൂല സ്ഥാനത്ത് ആദ്യത്തിനും 10-11 ഭാവങ്ങളിലായി ബുധശുക്രന്മാരും സഞ്ചരിക്കുകയാൽ സാമാന്യമായ ഗുണഫലങ്ങളാണ് നിങ്ങൾക്ക് സമ്മാനിക്കുന്നത്. കർമ്മരംഗത്ത് വളരെയധികം പുഷ്ടിയുണ്ടാകും. നിങ്ങൾക്ക് ലഭിക്കാനിരിക്കുന്ന ലോൺ സൗകര്യം പ്രയോജനപ്പെടുത്തുവാനും സാധിക്കുന്നതാണ്. ബിസിനസ്സിൽ നിങ്ങൾക്ക് നവീനമായ രീതികൾ അവലംബിക്കുവാൻ സാധിക്കും. വ്യവഹാരങ്ങൾ തീർപ്പ് കൽപ്പിക്കുവാൻ ഇടയുണ്ട്. വിദേശത്ത് കഴിയുന്ന ആളുകൾക്ക് നാട്ടിലേക്ക് മടങ്ങിയെത്തുവാനുള്ള അവസരം വന്നുചേരും. നിങ്ങൾക്ക് പാരമ്പര്യമായി കിട്ടിയ സ്വത്ത് ഉപയോഗിച്ച് പുതിയ വസ്തുവോ വീടോ വാങ്ങുവാനുള്ള അവസരം വന്നെത്തുന്നതാണ്. അതുപോലെ തന്നെ സംഘടനാ പ്രവർത്തനത്തിന് നേരം കണ്ടെത്തുവാനും അതിലൂടെ ധാരാളം സുഹൃത്തുക്കളെ സൃഷ്ടിക്കുവാനും നിങ്ങൾക്ക് കഴിയും. നിങ്ങളുടെ വീട്ടിലെ പ്രായമായ ആളുകളുടെ ആരോഗ്യ പരിപാലനത്തിന് അല്പം മുൻതൂക്കം നൽകേണ്ട ഒരു സമയമാണ്. അടുത്തത് പൂരം നക്ഷത്രക്കാരാണ്. പൂരം നക്ഷത്രക്കാർക്ക് നിങ്ങളുടെ പഴയ തീരുമാനങ്ങളെല്ലാം പുതിയ രീതിയിലേക്ക് കൊണ്ടുവരുവാൻ സാധിക്കും. ഉദ്യോഗസ്ഥന്മാർക്ക് നിങ്ങളുടെ ജോലി സ്ഥലത്ത് നിങ്ങളുടെ സഹപ്രവർത്തകരുടെ പിന്തുണ വന്നു ചേരും. അതുപോലെ തന്നെ സർക്കാരിൽ നിന്നും ലഭിക്കേണ്ട രേഖകൾ, അനുമതി പത്രങ്ങൾ മുതലായവ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. സാമ്പത്തികമായി വളരെയധികം ഉന്നതിയിലേക്കാണ് നിങ്ങൾ ഇനി കുതിക്കുവാൻ പോകുന്നത്. കുടുംബപരമായി പോരുന്ന ബിസിനസ്സിൽ ആധുനികവൽക്കരണം സാധ്യമായേക്കും.
വിദ്യാർത്ഥികൾ, ഗവേഷകർ തുടങ്ങിയവർക്ക് അനുകൂലമായ സമയമാണ് വന്നെത്തിയിരിക്കുന്നത്. നിങ്ങളുടെ സ്ത്രീ സുഹൃത്തുക്കൾ നിങ്ങൾക്ക് വളരെയധികം ആത്മവിശ്വാസം പകരുകയും ചെയ്യും. നിങ്ങളുടെ കുടുംബാംഗത്തിന്റെ വിവാഹം മുൻനിർത്തി ഗൃഹം മോടി പിടിപ്പിക്കുവാനുള്ള അവസരം വന്നെത്തും. മാസത്തിന്റെ രണ്ടാം പകുതിയിൽ കൂടുതൽ നല്ല അനുഭവങ്ങൾ തോന്നിക്കത്ത വിധം വളരെയധികം സൗഭാഗ്യങ്ങൾ ഈശ്വര കടാക്ഷത്താൽ നിങ്ങൾക്ക് എത്തിച്ചേരുന്നതാണ്. അടുത്തത് ഉത്രം നക്ഷത്രക്കാരാണ്. വളരെയധികം പരിശ്രമശാലികൾക്ക് മുന്നേറുവാനുള്ള അവസരം എത്തുന്നതാണ് ജൂൺ മാസം. സാഹചര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അനുകൂലമായി വന്നു ചേരും. പിതാവിന്റെ സ്വത്തുമേലുള്ള നിങ്ങളുടെ തർക്കം പൂർണ്ണമായും പരിഹരിക്കപ്പെടുകയും ചെയ്യുന്നതാണ്. നിങ്ങളുടെ സഹോദരന്മാരുടെ സഹായം തൊഴിൽ രംഗത്ത് വളരെയധികം പ്രയോജനപ്പെടുത്തുവാനും സാധിക്കും. പ്രൊഫഷണൽ കോഴ്സുകളിൽ വിദ്യാർത്ഥികൾക്ക് അവസരം ലഭിക്കുന്നതാണ്. വിദേശത്തെ തൊഴിലിനോ അതുമല്ലെങ്കിൽ പഠനത്തിനോ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിനുള്ള അവസരം തുറന്നു കിട്ടുന്നതാണ്. നിങ്ങളുടെ കൂട്ടുകെട്ടുകളുടെ ഗുണദോഷ വിചാരം നടത്തുന്നത് ഉചിതമായിരിക്കും. നിങ്ങളുടെ അടുത്ത സുഹൃത്തുക്കളെ വളരെയധികം ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. പ്രണയിനികൾക്ക് നിങ്ങളുടെ പ്രതിസന്ധികളെ നേരിടേണ്ടി വരുന്ന ഒരു സ്ഥിതി സംജാതമാകും. നിങ്ങളുടെ ദാമ്പത്യ രംഗത്ത് സുഖസമ്മിശ്രമായിരിക്കും. നിങ്ങളുടെ ജീവിത പങ്കാളിക്ക് സർക്കാർ ജോലി അല്ലെങ്കിൽ വിദേശത്ത് ജോലി ലഭിക്കുവാനുള്ള അവസരം വന്നെത്തുന്നതാണ്. അടുത്തത് അത്തം നക്ഷത്രക്കാരാണ്. ഭാഗ്യ വ്യാഴത്തിന്റെ പ്രവർത്തനത്താൽ കാര്യത്തിൽ വിഘ്നങ്ങൾ അകന്നു പോവുകയും വളരെയധികം നേട്ടങ്ങൾ നിങ്ങൾക്ക് വന്നെത്തുകയും ചെയ്യും. നിങ്ങളുടെ കുടുംബാന്തരീക്ഷം വളരെയധികം സമാധാനപൂർണ്ണമാകും. മുൻപ് പ്രയത്നിച്ച് പരാജയപ്പെട്ട കാര്യങ്ങളെല്ലാം ഇപ്പോൾ സഫലമാകുന്ന ഒരു സമയമാണ്. നിങ്ങളുടെ ഗുരുജനങ്ങളെ കാണുവാനും അവരുടെ അനുഗ്രഹമൊക്കെ തേടുവാനുള്ള അവസരം വന്നെത്തും. പഴയ രേഖകൾ അതുപോലെ ലൈസൻസ് മുതലായവ പുതുക്കുവാനാകുന്നതാണ്. ഉദ്യോഗസ്ഥർക്ക് മാസത്തിന്റെ ആദ്യ പകുതിയിൽ ചില സമ്മർദ്ദങ്ങൾ വന്നു ചേരുന്നതാണ്. ഋണബാധ്യത പരിഹരിക്കുന്നത് പൂമ്പൊഴി തെളിയും. പാരിതോഷം നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും. ഊഹക്കച്ചവടത്തിൽ ആദായം വർദ്ധിക്കാം. ജീവിത വീക്ഷണം പഴയതിനെ അപേക്ഷിച്ച് കൂടുതൽ സന്തോഷകരമാകും. കലാപ്രവർത്തനം, സാഹിത്യരചന തുടങ്ങിയവയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവ് തെളിയിക്കുവാനുള്ള അവസരവും വന്നെത്തുന്നതാണ്. അടുത്തത് ചിത്തിര നക്ഷത്രക്കാരാണ്. സർക്കാർ ഉദ്യോഗസ്ഥർക്ക് നിങ്ങളുടെ ജോലി ഭാരം വളരെയധികം വർദ്ധിക്കും. ദുർഘട ദൗത്യങ്ങൾ ഏറ്റെടുക്കേണ്ടി വരുന്നതാണ്. പുതിയ തൊഴിൽ തേടുന്ന ആളുകൾക്ക് കാത്തിരിക്കേണ്ടി വരുന്ന ഒരു സമയം കൂടിയാണ്. ബിസിനസ്സിൽ പലതരം വെല്ലുവിളികൾ നിങ്ങൾക്ക് വന്നു ചേരും. കൂട്ടുകച്ചവടത്തിൽ സംതൃപ്തി കുറയുകയും ചെയ്യും. നിങ്ങളുടെ തൊഴിലാളികളുടെ സേവനം മികച്ചതാവണം എന്നില്ല. ലോൺ ലഭിക്കുവാൻ വളരെയധികം കാലതാമസം വന്നു ചേരുന്നതാണ്. ഗാർഹിക രംഗം വളരെയധികം മെച്ചപ്പെട്ട നിലയിലെത്തും. ജീവിത പങ്കാളിയുടെ പിന്തുണ നിങ്ങൾക്ക് വളരെയധികം ഊർജം പകരുന്നതാണ്. മകന്റെ ഉപരിപഠനത്തിൽ ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടുന്നതാണ്. അന്യദേശത്തുള്ള പഠനം അല്ലെങ്കിൽ തൊഴിൽ സാധ്യതകൾ പ്രയോജനപ്പെടുത്തുവാൻ തീരുമാനിക്കും. ഗ്രഹങ്ങളുടെ അനിഷ്ടസ്ഥിതി തുടരുകയാൽ സാമ്പത്തികം, ആരോഗ്യം, യാത്ര തുടങ്ങിയ കാര്യങ്ങളിൽ വളരെയധികം ജാഗ്രത പുലർത്തേണ്ട ഒരു സമയമാണ്. അടുത്തത് ചോതി നക്ഷത്രക്കാരാണ്. ചോതി നക്ഷത്രക്കാരായ ആളുകളുടെ ആത്മവിശ്വാസം ഇടയ്ക്കിടെ കുറയുന്നതാണ്. പരീക്ഷകളിലും അഭിമുഖങ്ങളിലും സ്വന്തം കഴിവ് പൂർണ്ണമായി പ്രദർശിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. നിലവിലുള്ള പാർട്ട്ണർഷിപ്പ് അതുപോലെ തന്നെ സംരംഭങ്ങൾ എല്ലാം മുന്നോട്ട് പോകുന്നതിൽ ചില പ്രശ്നങ്ങൾ വന്നു ചേരുന്നതാണ്. വലിയ മുതൽ മുടക്കിന് ഇപ്പോൾ അനുകൂലമായ സന്ദർഭമല്ല വന്നെത്തിയിരിക്കുന്നത്. ഏജൻസി പ്രവർത്തനം, കമ്മീഷൻ വ്യാപാരം എന്നിവയിൽ നിന്നും നിങ്ങൾ ഉദ്ദേശിച്ച ഒരു ലാഭം വന്നു ചേരില്ല. ഊഹക്കച്ചവടത്തിൽ വളരെയധികം നഷ്ടം സംഭവിക്കുവാനും ഇടയുണ്ട്. സാധാരണയായി നിങ്ങൾ ഇതുവരെ തുടർന്നു പോരുന്ന പ്രവർത്തനങ്ങൾ ഒരുവിധം ഭംഗിയായി തന്നെ നടന്നു പോകുകയും ചെയ്യും. നിങ്ങളുടെ പിതാവിൻ്റെ ആരോഗ്യകാര്യത്തിൽ വളരെയധികം ശ്രദ്ധ ചെലുത്തേണ്ട ഒരു സമയം കൂടിയാണ്. മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ സ്ഥിതി കൂടുതൽ അനുകൂലമായി തീരുന്നതാണ്. അടുത്തത് വിശാഖം നക്ഷത്രക്കാരാണ്. വിശാഖം നക്ഷത്രക്കാർക്ക് ജ്ഞാന അന്വേഷണത്തിലും പഠനത്തിലും മുഴുകുവാനുള്ള അവസരം ലഭിക്കും. പുതിയ കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനുള്ള ശ്രമം നിങ്ങളുടെ വിജയിക്കുന്നതാണ്. നിങ്ങളുടെ വിദേശ സുഹൃത്തിൻ്റെ ആവശ്യങ്ങൾക്കായി വസ്തുവിൻ്റെ ക്രയവിക്രയം നടക്കുവാനുള്ള അവസരം വന്നെത്തും. അതിൽ നിന്നും പ്രതീക്ഷിച്ചതിൽ അധികം ലാഭം വന്നു ചേരുകയും ചെയ്യും. സർക്കാർ കാര്യങ്ങളിൽ ഒരുതരം മാന്ദ്യം അനുഭവപ്പെടുന്നതാണ്. ഉദ്യോഗസ്ഥർ ഉന്മേഷരഹിതരാകും. സ്വകാര്യ സ്ഥാപനത്തിൽ ജോലിക്ക് ശ്രമം നടത്തുന്ന ആളുകൾക്ക് അവ ലഭിക്കുന്നതാണ്.
ചിലർക്ക് വീട് വിട്ടു നിൽക്കേണ്ട ഒരു സാഹചര്യവും വന്നു ചേരും. കലാപ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന ആളുകൾക്ക് മുഴുവനും വിജയിക്കണമെന്നില്ല. പ്രതീക്ഷിച്ച അവസരങ്ങൾ കുറയുകയും ചെയ്യും. നിങ്ങൾ ഇതുവരെ താമസിച്ചിരുന്ന വീട് മാറി വാടക വീട്ടിലേക്ക് പോകേണ്ട ചില അവസരങ്ങളും വന്നെത്താം. പുതുതലമുറയിലുള്ള ആളുകളുമായുള്ള ആശയവിനിമയം വളരെയധികം പ്രശ്നങ്ങൾക്ക് വഴിയൊരുക്കുന്നതാണ്. അടുത്തത് അനിഴം നക്ഷത്രക്കാരാണ്. ആദ്യത്തെ 7-ലും 8-ലുമായി സഞ്ചരിക്കുന്നത് കുറച്ചൊക്കെ നിഷ്പ്രയോജനകരമായ യാത്രകൾക്കും ശാരീരിക ക്ലേശങ്ങൾക്കും വഴിയൊരുക്കും. സർക്കാർ കാര്യങ്ങളിൽ ചില തടസ്സങ്ങൾ വന്നെത്തുന്നതാണ്. ജൂൺ ആദ്യ വാരത്തിന് ശേഷം വ്യാഴം അനുകൂലമായ ഫലങ്ങൾ നിങ്ങൾക്ക് സമ്മാനിക്കുന്നതാണ്. തന്മൂലം പാർട്ട്ണർഷിപ്പ്, ബിസിനസ് എന്നിവയിൽ നിങ്ങൾക്ക് ഉദ്ദേശിച്ച രീതിയിലുള്ള വിജയം കൈവരിക്കുവാൻ സാധിക്കുന്നതാണ്. നിയമ ഉത്തരവ് പ്രതീക്ഷിക്കുന്ന ആളുകൾക്ക് നിരാശപ്പെടേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് സർക്കാർ ജോലി അല്ലെങ്കിൽ ഉയർന്ന പദവിയിലുള്ള മറ്റു ജോലികൾ ലഭിക്കുവാനുള്ള അവസരം വന്നെത്തും. നിങ്ങളുടെ വാഗ്ദാനങ്ങളെല്ലാം പാലിക്കപ്പെടുകയും ധനാഗമ മാർഗം മെച്ചപ്പെടുന്നതുമായ ഒരു സമയമാണ് വന്നെത്തുന്നത്. ചൊവ്വ 6-ാം ഭാവത്തിൽ സഞ്ചരിക്കുകയാൽ എതിർപ്പുകളെയെല്ലാം നിങ്ങൾക്ക് തൃണവൽക്കരിക്കുവാൻ സാധിക്കും. കലാപ്രവർത്തകർക്ക് നല്ല അവസരങ്ങൾ വന്നെത്തുകയും ചെയ്യും. അവിവാഹിതരായ ആളുകൾക്ക് വിവാഹാലോചനകൾ വന്നെത്തുകയും അത് വിവാഹത്തിൽ കലാശിക്കുകയും ചെയ്യുന്ന ഒരു സമയം കൂടിയാണ്. മുതിർന്ന ആളുകളുടെ ആരോഗ്യകാര്യത്തിൽ വളരെയധികം ശ്രദ്ധ പതിപ്പിക്കേണ്ട ഒരു സമയമാണ്. അടുത്തത് തൃക്കേട്ട നക്ഷത്രക്കാരാണ്. രാശിനാഥനായ ചൊവ്വ സുക്ഷേത്ര ബലവാനായി അനുകൂല ഭാവത്തിൽ സഞ്ചരിക്കുകയാൽ ന്യായമായ ആവശ്യങ്ങളെല്ലാം നിങ്ങളുടെ നിറവേറ്റപ്പെടും. ശത്രുക്കളുടെ പ്രവർത്തനങ്ങളെ നിങ്ങൾക്ക് പ്രതിരോധിക്കുവാൻ കഴിയുന്നതാണ്. നിങ്ങൾക്ക് ഇതുവരെ ഉണ്ടായിരുന്ന ആശയക്കുഴപ്പങ്ങളെല്ലാം കുറയുകയും കർമ്മഗുണം വർദ്ധിക്കുകയും ചെയ്യും. സർക്കാർ കാര്യങ്ങളിൽ ചില തടസ്സങ്ങൾ വന്നു ചേരുന്നതാണ്. വ്യാഴത്തിൻ്റെ 7-ലെ സ്ഥിതി നിങ്ങളുടെ പ്രവർത്തനങ്ങൾ സുഗമമായി പൂർത്തീകരിക്കുവാൻ സാധിക്കും. നിങ്ങളുടെ അധ്വാനത്തിന് അംഗീകാരവും വന്നു ചേരും. ബിസിനസ് യാത്രകളെല്ലാം പ്രയോജനം ചെയ്യുന്നതാണ്. കാര്യാലോചനകളിൽ അഭിപ്രായങ്ങൾ സ്വീകരിക്കുവാൻ സാധിക്കുന്നതാണ്. അവിവാഹിതരായ ആളുകൾക്ക് വിവാഹം കഴിക്കുന്നതിനും നിങ്ങൾക്ക് ഉദ്ദേശിച്ച ഒരു പങ്കാളിയെ കണ്ടെത്തുവാനുള്ള അവസരവും വന്നു ചേരും. നിങ്ങൾക്ക് ഇതുവരെ ഉണ്ടായിരുന്ന സാമ്പത്തിക പരാധീനതകൾക്കൊക്കെ ഒട്ടുമിക്ക കാര്യങ്ങളും പരിഹരിക്കുവാൻ സാധിക്കുന്ന ഒരു സമയമാണ്. മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുവാനുള്ള അവസരവും വന്നു ചേരും. അടുത്തത് മൂലം നക്ഷത്രക്കാരാണ്. വളരെയധികം ഗുണാനുഭവങ്ങൾക്ക് പുഷ്ടിയുണ്ടാകും. ഉദ്യോഗസ്ഥർക്ക് ഉയർച്ച പ്രതീക്ഷിക്കാവുന്ന ഒരു സമയമാണ്. അനുകൂലമായ സ്ഥലം മാറ്റത്തിനും സാധ്യതയുണ്ട്. സംഘടനാ പ്രവർത്തനങ്ങളിൽ നേതൃസിദ്ധി പ്രതീക്ഷിക്കാം. മാനസിക സമ്മർദ്ദങ്ങൾക്ക് കുറച്ചൊക്കെ അയവ് പ്രതീക്ഷിക്കാവുന്നതാണ്. വളരെയധികം ഉണർവോടുകൂടി പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ പറ്റിയ ഒരു സമയമാണ്. സാമ്പത്തികമായി കുറേയൊക്കെ ആശ്രയത്വം ഉണ്ടാകുന്ന ഒരു കാലം കൂടിയാണ് ജൂൺ. പ്രണയത്തിൻ്റെ കയ്പുള്ള അനുഭവങ്ങൾ വന്നു ചേരും. ഗാർഹികമായ ക്ലേശങ്ങൾ ഒരു പരിധിവരെ നിയന്ത്രിക്കുവാൻ സാധിക്കും. വാഹനം ഉപയോഗിക്കുന്നതിൽ വളരെയധികം ശ്രദ്ധ വേണ്ടിവരുന്ന ഒരു സമയമാണ്. നിങ്ങളുടെ സുഹൃത്തുക്കളിൽ നിന്നും പ്രതീക്ഷിച്ചത്ര പിന്തുണ ലഭിക്കുന്ന ഒരു കാലമല്ല ഈ വരുന്ന ജൂൺ മാസം. അടുത്തത് പൂരാടം നക്ഷത്രക്കാരാണ്. പൂരാടം നക്ഷത്രക്കാർക്ക് കൃത്യനിഷ്ഠയോട് കൂടിയ പ്രവർത്തനം അഭിനന്ദിക്കപ്പെടും. പുതിയ കാര്യങ്ങൾ പഠിച്ചെടുക്കുവാനുള്ള ആർജവം നിങ്ങളുടെ വർദ്ധിക്കുന്നതാണ്. പൊതുപ്രവർത്തകർക്ക് താൽക്കാലികമായ തിരിച്ചടികൾ വന്നെത്തുന്നതാണ്. ഉപാജപങ്ങളൊക്കെ നീക്കി വളരെയധികം സൗഭാഗ്യങ്ങളും വന്നു ചേരും. നിങ്ങൾ ഇതുവരെ കരുതിയതിലും കൂടുതലുള്ള ഔദ്യോഗിക കൃത്യങ്ങൾ പൂർത്തീകരിക്കുവാൻ നിങ്ങൾക്ക് കഴിയുന്നതാണ്. കുടുംബകാര്യങ്ങളിൽ ജീവിത പങ്കാളിയോട് പൂർണ്ണമായി സഹകരിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ വിജയം കൈവരിക്കുവാൻ സഹായിക്കുന്നതാണ്. ഒത്തു വ്യവഹാരത്തിൽ വിജയിക്കുവാനും നിങ്ങൾക്ക് ഇതുവരെ ഉണ്ടായിരുന്ന കടബാധ്യതകളൊക്കെ ഒഴിവാക്കുവാനും പോംവഴി കണ്ടെത്തും. മകളുടെ വിവാഹത്തിൻ്റെ കാര്യത്തിൽ നല്ല ഒരു തീരുമാനം ഉണ്ടാകുന്നതാണ്. ദൈവിക സമർപ്പണങ്ങൾക്ക് മുതിരുന്നതാണ്. പഴയകാല സുഹൃത്തുക്കളെ കണ്ടെത്തുവാനും പുതിയ ബന്ധങ്ങൾ തുടരുവാനും സാധിക്കും. പുതിയ ഗാർഹിക ഉപകരണങ്ങൾ വാങ്ങുവാനുള്ള അവസരവും വന്നെത്തുന്നതാണ്. അടുത്തത് ഉത്രാടം നക്ഷത്രക്കാരാണ്. ധനു രാശിക്കാർക്ക് ധനുമാസത്തിൻ്റെ ആദ്യ പകുതിയും മകര രാശിക്കാർക്ക് മാസത്തിൻ്റെ 2-ാം പകുതിയും കൂടുതൽ ഗുണകരമാകും. ഉദ്യോഗം തേടുന്ന ആളുകൾക്ക് ഇനി നിരാശപ്പെടേണ്ട കാര്യമില്ല. പരീക്ഷകളിലും മത്സരങ്ങളിലും വലിയ വിജയം നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ്. സഭകളിലും സദസ്സുകളിലും നിങ്ങൾക്ക് വളരെയധികം തിളങ്ങാൻ പറ്റുന്ന ഒരു സമയമാണ്. പുതിയ കാലഘട്ടത്തിൻ്റെതായ കോഴ്സുകളിൽ വിദ്യാർത്ഥികൾക്ക് പ്രവേശനം ലഭിക്കും.
ഓൺലൈൻ ബിസിനസ്സിൽ വളരെയധികം പുരോഗതിയും നേട്ടവും വന്നതും ഭൂമിയിൽ നിന്നും ആദായം ഉയർന്നേക്കും. മട്ടുപ്ലാവ് അതല്ലെങ്കിൽ അടുക്കള കൃഷികളിൽ താല്പര്യം വളരെയധികം വർദ്ധിക്കുന്നതാണ്. കുടുംബ ബന്ധങ്ങളുടെ ഊഷ്മത നിലനിർത്തുവാൻ നിങ്ങൾക്ക് സാധിക്കും. നക്ഷത്രനാഥനായ ആദിത്യന് ശുഭഗ്രഹങ്ങളുടെ സംഗമം സംഭവിക്കുന്നത് നിങ്ങളുടെ ജീവിത നിലവാരം വളരെയധികം മെച്ചപ്പെടുവാനുള്ള അവസരം തുറന്നു കിട്ടും. അടുത്തത് തിരുവോണം നക്ഷത്രക്കാരാണ്. 5ാം ഭാവത്തിൽ വ്യാഴം സഞ്ചരിക്കുന്നത് ഭാവനാവിലാസത്തിന് കാരണമാകും. മക്കൾക്ക് തൊഴിൽ, പഠനം മുതലായവയിൽ വലിയ നേട്ടങ്ങൾ വന്നു ചേരുന്നതാണ്. കർമ്മരംഗത്ത് വളരെയധികം സൗഭാഗ്യം വന്നെത്തും. ഏജൻസി, ഡീലർഷിപ്പുകൾ മുതലായവയിൽ വളരെയധികം നേട്ടങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ വാങ്ങുവാനും വീടിൻ്റെ നവീകരണത്തിനും സാധ്യതയുണ്ട്. നയപരമായ തീരുമാനമെടുക്കുന്നതിൽ നിങ്ങൾക്ക് വിജയിക്കുവാൻ സാധിക്കും. ആത്മീയമായ താല്പര്യങ്ങൾ സംരക്ഷിക്കുവാനുള്ള സമയം നിങ്ങൾക്ക് കണ്ടെത്തുന്നതാണ്. ബന്ധുക്കളുമായുള്ള പിണക്കം മറന്ന് വളരെയധികം സൗഹൃദത്തിൽ എത്തിച്ചേരും. മാസത്തിൻ്റെ 2ാം പകുതിയിൽ ഉദ്യോഗസ്ഥർക്ക് നല്ല രീതിയിൽ തിളങ്ങുവാൻ സാധിക്കുന്നതാണ്. നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഊഹക്കച്ചവടത്തിൽ വളരെയധികം നേട്ടങ്ങൾ വന്നെത്തും. രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് നിങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ വിജയം കൈവരിക്കുവാൻ സാധിക്കുന്നതാണ്. അടുത്തത് അവിട്ടം നക്ഷത്രക്കാരാണ്. നക്ഷത്രനാഥനായ ചൊവ്വയ്ക്ക് ക്ഷേത്രസ്ഥിതി കൈവരികയാൽ നഷ്ടപ്പെട്ട ആത്മവിശ്വാസം നിങ്ങളുടെ വീണ്ടെടുക്കുവാനുള്ള അവസരം വന്നെത്തും. പ്രവർത്തന രംഗത്തെ ആലസ്യം അകലുന്നതാണ്. ബിസിനസ്സിലെ പരീക്ഷണങ്ങൾക്കും വളരെയധികം വിജയം കണ്ടെത്തുന്നതാണ്. മുൻകൂട്ടി തീരുമാനിച്ച ലക്ഷ്യത്തിലെത്തുക എന്നത് വളരെയധികം എളുപ്പമായി തീരും. അതുപോലെ തന്നെ തൊഴിൽ നഷ്ടപ്പെട്ട ആളുകൾക്ക് മറ്റൊരു തൊഴിൽ വന്നെത്തും. കരാർ പണികൾ ചെയ്യുന്ന ആളുകൾക്ക് നിങ്ങളുടെ പണികളിൽ തുടർച്ച വന്നു ചേരുന്നതാണ്. നിങ്ങളുടെ ശത്രുക്കളെ പ്രവർത്തനങ്ങളെ എതിർത്ത് തോൽപ്പിക്കുവാൻ കഴിയും. ഗവേഷകർക്ക് നിങ്ങളുടെ കാര്യങ്ങളെല്ലാം പൂർത്തീകരിക്കുവാൻ സാധിക്കുന്ന ഒരു സമയമാണ്. സാങ്കേതിക വിദ്യയിൽ കാലോചിതമായ അറിവ് സ്വായത്തമാക്കുവാനും സാധിക്കും. അറ്റകുറ്റപ്പണികൾ കഴിയിക്കാൻ നിങ്ങളുടെ വീട്ടിലുള്ള താമസം പുനരാരംഭിക്കുവാനും സാധിക്കുന്നതാണ്. അടുത്തത് ചതയം നക്ഷത്രക്കാരാണ്. ആദിത്യൻ 4-5 ഭാവങ്ങളിൽ സഞ്ചരിക്കുന്നതിനാൽ വളരെയധികം മനക്ലേശങ്ങൾ വന്നു ചേരും. നിങ്ങൾക്ക് തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നതിൽ വളരെയധികം കാലതാമസം നേരിടുന്നതാണ്. പ്രൊഫഷണലുകൾ പലതരം വെല്ലുവിളികളെ നേരിടേണ്ടി വരും. സാധാരണ കാര്യങ്ങൾ തടസ്സമൊന്നുമില്ലാതെ നടന്നു കിട്ടുകയും ചെയ്യും. എന്നാൽ പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുവാൻ ഉചിതമായ കാലമല്ലിത്. നിങ്ങളുടെ സഹപ്രവർത്തകരുടെ തെറ്റായ പ്രവണതകളെ എതിർക്കുന്നത് മൂലം ഒറ്റപ്പെട്ടു പോവുകയും ചെയ്യും. അനുബന്ധ തൊഴിലുകളിൽ വളരെയധികം നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. മാതാവിൻ്റെ ആരോഗ്യസ്ഥിതിയിൽ വളരെയധികം മെച്ചം വന്നു ചേരുന്നതാണ്. കലാവാസന വളരെയധികം പരിപോഷിക്കപ്പെടാം. അന്യനാട്ടിൽ കഴിയുന്ന ആളുകൾക്ക് നിങ്ങളുടെ തൊഴിൽ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുകയും വളരെയധികം സാമ്പത്തിക നേട്ടം കൈവരിക്കുവാൻ സാധിക്കുകയും ചെയ്യും. അടുത്തത് പൂരുരുട്ടാതി നക്ഷത്രക്കാരാണ്. പൂരുരുട്ടാതി നക്ഷത്രക്കാർക്ക് സമയബന്ധിതമായി കുറച്ചധികം കാര്യങ്ങൾ നിർവഹിക്കേണ്ടതായി വരുന്ന സമയമാണ്. പുതുതലമുറയിലുള്ള ആളുകളുമായി ആശയവിനിമയം നടത്തുന്നത് ജീവിതത്തിൽ വിജയം കൈവരിക്കുവാൻ സാധിക്കും. കുടുംബത്തിൻ്റെ ശക്തമായ പിന്തുണ നിങ്ങൾക്കെപ്പോഴും കൂടെ ഉണ്ടാകുന്നതാണ്. ജന്മനക്ഷത്രത്തിലൂടെ ശനി സഞ്ചരിക്കാൻ ചില ക്ലേശങ്ങൾ ഉണ്ടാകുവാനും ഇടവരും. ഉദ്യോഗസ്ഥർക്ക് നിങ്ങളുടെ തസ്തികയിൽ മാറ്റം വരുവാനിടയുണ്ട്. വീട്ടിലിരുന്ന് ജോലി ചെയ്യുന്ന ആളുകൾക്ക് വീണ്ടും ജോലി ഓഫീസിൽ ചെയ്യുവാനായി പോകേണ്ട ഒരു സ്ഥിതി വരും. ഭൂമി വ്യാപാരം ലാഭകരമായി തീരുന്നതാണ്. ഉല്ലാസങ്ങൾക്ക് നേരം കണ്ടെത്തുവാൻ കഴിയും. പഴയ കാര്യങ്ങൾ, രാഷ്ട്രീയം തുടങ്ങിയ വിഷയങ്ങളിൽ സുഹൃത്തുക്കളുമായി തർക്കത്തിൽ ഏർപ്പെടുവാനുള്ള സാഹചര്യവും വന്നുചേരും. ക്ഷേത്ര നവീകരണ പ്രവർത്തനങ്ങളിൽ വളരെയധികം പ്രവർത്തിക്കുവാനും ഈശ്വരാനുഗ്രഹത്താൽ നിങ്ങൾക്ക് സമയം വന്നു ചേരുന്നതാണ്. അടുത്തത് ഉത്രട്ടാതി നക്ഷത്രക്കാരാണ്. ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് ജന്മരാശിയിൽ 12-ലും 2-ലും രാഹു, ശനി എന്നീ ഗ്രഹങ്ങൾ സഞ്ചരിക്കുന്നതിനാൽ വളരെയധികം കരുതൽ വേണ്ടിവരുന്ന ഒരു സമയമാണ്. നിങ്ങളുടെ വാക്കിലും കർമ്മത്തിലും ചിന്തിച്ച് പ്രവർത്തിക്കേണ്ടടുത്ത് വൈകാരിക സമീപനം കൈക്കൊള്ളുന്നത് വളരെയധികം ക്ലേശങ്ങൾ സൃഷ്ടിക്കും. ഉദ്യോഗസ്ഥന്മാർക്ക് മാസത്തിൻ്റെ ആദ്യ പകുതി കൂടുതൽ മെച്ചപ്പെട്ടതായിരിക്കും. നിങ്ങളുടെ പദവി ഉയരുവാനും ഇടവരും. ബിസിനസ്സിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകൾക്ക് വരുമാനത്തിൽ തടസ്സങ്ങൾ ഉണ്ടാവുന്നതാണ്. കുടുംബത്തിൽ സമാധാനം നിലനിർത്തുവാൻ വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരും. ഗൃഹനിർമ്മാണം അല്പം പതുക്കെയൊക്കെ പോകുന്നതായിരിക്കും.
ഉപരിപഠനത്തിലെ കാത്തിരിപ്പ് ഉചിതമായ അവസരം ഉണ്ടാകുന്നതാണ്. അന്യദേശത്ത് പോകുവാൻ തയ്യാറെടുക്കുന്ന ആളുകൾക്ക് നല്ല ഭാഗ്യം വന്നു ചേരും. നിങ്ങളുടെ ആരോഗ്യ പരിപാലനത്തിന് അലംഭാവം മാറ്റിവെച്ച് യഥാസമയത്ത് ചികിത്സ നേടേണ്ടതാണ്. അടുത്തത് രേവതി നക്ഷത്രക്കാരാണ്. രേവതി നക്ഷത്രക്കാർക്ക് ജന്മരാശിയിൽ ജന്മനക്ഷത്രത്തിൽ നിന്നും ചൊവ്വ മാറുന്നത് രേവതി നാളുകാർക്ക് വളരെയധികം ആശ്വാസകരമാണ്. മാനസിക സംഘർഷങ്ങൾക്ക് തെല്ല് അയവ് വരുന്നതാണ്. എന്നാൽ ചൊവ്വ വാക്സ്ഥാനത്ത് സഞ്ചരിക്കുന്നതിനാൽ പരുഷമായ വാക്കുകൾ പറയാൻ കാരണമായേക്കും. സ്വാശ്രയ ജോലികളിൽ മുന്നേറുവാൻ സാധിക്കും. പുതിയ ആശയങ്ങൾ ആകർഷിച്ചേക്കും. മോട്ടിവേഷൻ ക്ലാസുകളിൽ പങ്കെടുക്കുവാനുള്ള അവസരവും ലഭിക്കും. പുതിയ ഭാഷ, സാങ്കേതിക വിദ്യ ഇവ പഠിക്കുവാനൊരുങ്ങും. ഉത്തരവാദിത്തമുള്ള ചുമതലകൾ ഏറ്റെടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. കുടുംബാംഗങ്ങളുടെ ന്യായമായ ആവശ്യങ്ങൾ നിറവേറുവാൻ സാധിക്കും. സുഹൃത്തുക്കളുമായി വിനോദയാത്രയ്ക്ക് പോകുവാനുള്ള അവസരവും വന്നെത്തും. വാഹനത്തിന്റെ വായ്പ അടവ് പൂർത്തീകരിക്കുവാൻ സാധിക്കും. പ്രണയത്തിന്റെ കാര്യത്തിൽ സമ്മിശ്രമായ ഫലങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹവും കടാക്ഷവും വന്നു ചേരട്ടെ.